തെരുവ് സർക്കസിൽ നിന്ന് എറണാകുളം ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായതിന്റെ വേറിട്ട കഥയാണ് ഗായത്രിക്ക് പറയാനുള്ളത്. ഒരിക്കൽ നഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിച്ച ജീവിതം ആലുവ ജനസേവാ ശിശുഭവനാണ് ഈ 13-കാരിക്ക് തിരിച്ചു നൽകിയത്. ഇങ്ങനെ കളിച്ചു വളർന്ന ജീവിതമല്ല നമ്മുടെ ഗായത്രിയുടേത്. പക്ഷേ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ഇന്നീ പെൺകുട്ടി എറണാകുളത്തിന്റെ തന്നെ അഭിമാനമായി മാറി. 2010-ലാണ് ഗായത്രിയുടെ ജീവിതത്തിന് നിറം വെച്ച് തുടങ്ങിയത്. അടുത്തതായി സംസ്ഥാന കായികമേള മത്സരം വരികയാണ്. അപ്പോൾ അതിന് എറണാകുളം ടീമിന് വേണ്ടി കളിക്കാൻ ഇറങ്ങണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ജയിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല ഗോൾ അടിക്കണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള പരിശീലനത്തിനാണ് ഞങ്ങൾ ഇപ്പോൾ. ചെറുപ്പത്തിലെ പിതാവിനെ നഷ്ടപ്പെട്ടതിനാൽ രണ്ടാനച്ഛനും അമ്മയ്ക്കുമൊപ്പം തെരുവ് സർക്കസുകളിലായിരുന്നു ജീവിതം. ഓർത്തെടുക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ് ആ കാലം. അത് പഠിപ്പിക്കുമ്പോൾ ഒത്തിരി ശിക്ഷനായിരുന്നു. അത് അവർ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ അതിനൊന്ന് വീണ് പോയാലോ അവർ കെട്ടിട്ട് അടിക്കും, ചൂടൊക്കെ വെക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വലിയ പൊക്കത്തിൽ നിന്ന് വീണിട്ട് എന്റെ തലയോട് പൊട്ടി. പക്ഷെ അവരങ്ങനെ ആശ്രയൊന്നും കൊണ്ടുപോയില്ല. ഒരിക്കൽ ചേർത്തലയിൽ തെരുവ് സർക്കസിനായി എത്തിയ ഗായത്രിയും സംഘവും ഓടി രക്ഷപ്പെട്ടെത്തിയത് ആലുവയിലേക്കാണ്. തുടർന്ന് ഒരു ഓട്ടോ ഡ്രൈവറാണ് 3 കുട്ടികളെയും ജോസ് മാവേലിയുടെ കരങ്ങളിലെത്തിച്ചത്. പിന്നെ നല്ലൊരു ബോഡി ബിൽഡിംഗ് ഉണ്ട്, ഇവർക്ക് ബോഡി മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കൊച്ചിന് നന്നായിട്ട് വളർന്ന് അത് സർക്കസിൽ തന്നെ കിട്ടിയ ഒരു ഭാഗ്യമാണെന്ന് തോന്നുന്നു. ഒരു ദേശീയ താരമാവുന്നതിനൊപ്പം തനിക്ക് ഇപ്പോൾ കിട്ടിയ ജീവിത സൗകര്യങ്ങൾ തെരുവിലെ എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുകയാണ് ഗായത്രിയുടെ ജീവിത ലക്ഷ്യം. ഇവിടെ പിറക്കുന്ന ഓരോ ഗോളുകളും നാളെയുടെ ഉയരങ്ങളിലേക്കുള്ള ലക്ഷ്യബോധത്തിന്റെ ഗോളുകളാണ്. കൃത്യമായ പരിശീലനമുണ്ടെങ്കിൽ നമ്മുടെ ഗായത്രിയെ ഇന്ത്യൻ ടീമിന്റെ തന്നെ അഭിമാനപാത്രമാക്കി മാറ്റാം. ആലുവ ജനസേവാ ശിശുഭവനിൽ നിന്നും ക്യാമറമാൻ ബാലുവിനോടൊപ്പം അർജുൻ ശിവനജ്, ജീവൻ ന്യൂസ്.